ഹായ് ഓൾ. ഇത്തവണത്തെ എൻ്റെ ട്രിപ്പിന് ചെറിയൊരു പ്രത്യേകത ഉണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സോളോ ട്രിപ്പ് കുറച്ച് ദൂരേക്ക് പോയതാണ്. കുറച്ച് ദൂരെ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാടങ്ങില്ല. നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒഡീഷ എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തേക്കാണ്. അപ്പൊ ആ സംസ്ഥാനത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്, അവിടെ നമ്മൾ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ടത് എന്തൊക്കെയാണെന്നൊക്കെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. അതിനു മുമ്പായിട്ട് ഞാൻ എങ്ങനെ യാത്ര ചെയ്തു, എനിക്കുണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാനൊന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ലെറ്റ്സ് സീ. ഏപ്രിൽ 6-ാം തീയതി രാവിലെ 3:05 കോഴിക്കോട് നിന്ന് പുറപ്പെടുന്ന വെസ്റ്റ് കോസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എന്ന് പറയുന്ന ട്രെയിനിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അത് അതേ ദിവസം തന്നെ വൈകുന്നേരം 4 MGR ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നതാണ്. പിന്നെ അതർ സ്റ്റേറ്റ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ട്രെയിൻ ആണെങ്കിൽ 2 മാസം മുമ്പ് നിങ്ങൾ എന്തായാലും അത് ചെക്ക് ചെയ്യേണ്ടതാണ്. എനിക്ക് 2 മാസം മുമ്പേ ചെയ്തിട്ട് പോലും പ്രതീക്ഷിച്ച പോലെയൊന്നും എനിക്ക് ബുക്കിംഗ് കിട്ടിയിട്ടില്ല. എന്നാലും ഞാൻ ഓക്കെയാണ്. വൈകുന്നേരം 4:30 ഞാൻ ചെന്നൈ MGR സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അവിടുന്ന് താമ്പരം എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് എനിക്ക് നേരിട്ട് ഭുവനേശ്വറിലേക്കുള്ള ട്രെയിൻ ഉണ്ടായിരുന്നത്. അപ്പൊ താമ്പരത്തേക്ക് പോവാ എന്ന് പറയുന്നത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അത് ഏറ്റവും നല്ല ഓപ്ഷൻ മീൻസ് നമുക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ലോക്കൽ ട്രെയിൻ സംവിധാനമാണ്. ബസ്സിന് പോവുകയാണെങ്കിൽ ഏകദേശം 1 മണിക്കൂർ സമയം എടുക്കുന്നത് നമുക്ക് ലോക്കൽ ട്രെയിനിലൂടെ ഏകദേശം അരമണിക്കൂർ കൊണ്ട് താമ്പരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ലോക്കൽ ട്രെയിൻ സംവിധാനത്തിലൂടെയാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 40 രൂപയാണ് താമ്പരത്തേക്കുള്ള ടിക്കറ്റ് റേറ്റ് വരുന്നത്. ലോക്കൽ ട്രെയിനിലൂടെ പോകുമ്പോൾ നമുക്ക് ആളുകളോട് ചോദിച്ച് മാത്രമേ അവിടെ എത്താനായോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ മെട്രോയിൽ പോലെ ഇന്ന സ്ഥലത്ത് എത്താനായി എന്നുള്ളതും നമ്മുടെ സ്റ്റോപ്പ് സ്പോട്ടുകളൊന്നും അതിൽ തെളിയിച്ച് കാണില്ല. സോ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് സ്റ്റോപ്പ് ഏതൊക്കെയാന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. അതിനനുസരിച്ച് നമുക്ക് പോകാം എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ താമ്പരത്ത് ഏകദേശം ഒരു 5 മണി 5:30 ആകുമ്പോഴേക്കും ഞാൻ ഇവിടെ എത്തി. എൻ്റെ 6:40 എനിക്ക് ഭുവനേശ്വറിലേക്കുള്ള നേരിട്ടുള്ള ട്രെയിൻ ഉണ്ടായിരുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു AC കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യാൻ പോകുന്നത്. അതിനൊരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ടായിരുന്നു. 6:40 തുടങ്ങുന്ന നാഗോൺ എക്സ്പ്രസ് എന്ന് പറയുന്ന ട്രെയിനിലാണ് ഞങ്ങൾക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതില് AC കമ്പാർട്ട്മെന്റിൽ തന്നെ ചെയ്താലേ നമുക്ക് നമ്മുടെ കേരളം വിട്ടുള്ള സംസ്ഥാനങ്ങളിലുള്ള യാത്ര സുഖകരാവുന്നുള്ള പലരുടെ അഭിപ്രായം മാനിച്ചാണ് ഞാൻ AC ബുക്ക് ചെയ്തത്. സത്യം തന്നെയാണ്, പോകുന്ന വഴിയിലേക്കുള്ള സ്ലീപ്പർ കമ്പാർട്ട്മെന്റിലെയും ജനറൽ കമ്പാർട്ട്മെന്റിലെയുള്ള തിരക്ക് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. നമ്മളത് എടുക്കാതിരുന്നത് എത്രത്തോളം നന്നായി എന്നുള്ളത് ആ സമയത്തിന് എനിക്ക് ബോധ്യമായി. നമ്മൾ ഈ AC കമ്പാർട്ട്മെന്റ് എടുത്താൽ പോലും അതിൽ തന്നെ നമ്മുടെ AC കമ്പാർട്ട്മെന്റിന്റെ ചുറ്റും ആ ഡോർ തുറന്നു വരില്ല എന്നേ ഉള്ളൂ, പുറത്തൊക്കെ തന്നെയും തിങ്ങി നിറഞ്ഞ ഒരു സമൂഹം തന്നെ ഉണ്ടാവുക. ടോയ്ലറ്റിലും ഒക്കെ തന്നെയും നമുക്കൊരു വൃത്തി അത്രത്തോളം പ്രതീക്ഷിക്കരുത്. വാഷ് ബേസിനിലൊക്കെ നമ്മൾ ഈ